ഹലോ എവ്രി വൺ, വെൽക്കം ടു ഹാൻഡ് ക്രാഫ്റ്റി. സോ ഇന്നൊരു വ്ളോഗൊന്നുമല്ല, ഇന്ന് ജസ്റ്റ് എൻ്റെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഈ ഒരു പെയിൻറ്റിങ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിടണമെന്നൊന്നും പ്ലാൻ ചെയ്തില്ല. ജസ്റ്റ് ഈ ഒരു ഷോട്ട് എടുത്തായിരുന്നു. ബിക്കോസ് ഈ ഒരു ഗ്രീൻ കളർ കോംബോ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് ലൈക്ക് എനിക്കിത് ഷൂട്ട് ചെയ്യണം. ബിക്കോസ് ഞാനിത് ചെയ്തേക്കണത് എങ്ങനെയാണെന്ന് ഞാൻ തന്നെ ഒന്ന് തിരിച്ചറിയണം. അതുപോലെ തന്നെ എനിക്കൊരു റെഫറൻസ് ആയിട്ട് ഇത് വെച്ചേക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ ഒരു പെയിൻറ്റിങ് ഞാൻ പ്ലാൻ ചെയ്തത് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഞാനൊരു ബുദ്ധ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെയിൻറ്റിങ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു മോഡൽ പോലെ, അത് കുഞ്ഞൊരു ഇത്. അപ്പം അത് ചെയ്തപ്പോഴത്തേക്കും ഞാനിങ്ങനെ 3D വർക്ക്സിൻ്റെ മെറ്റീരിയൽസിലൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. കുറേ മെറ്റീരിയൽസ് ഞാൻ മേടിച്ച് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതൊക്കെ മിക്സ് ചെയ്ത്, കുറേ മെറ്റീരിയൽസ് മിക്സ് ചെയ്താണ് ഞാൻ ഇതിൻ്റെ ഒരു പേസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് തന്നെ. അതും കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എനിക്ക് റേഷ്യോ കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ സ്വന്തമായിട്ട് ഗവേഷണം നടത്തി ഉണ്ടാക്കിയൊരു കൺസിസ്റ്റൻസിയിലാണ്. അതും ചിലത് ഞാൻ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര തിക്കായിരിക്കും, ചില ടൈമിൽ അത് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഹാർഡാവുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ഓരോ ബാച്ചസായിട്ട് ഉണ്ടാക്കിയിട്ട് ഓരോന്ന് ചെയ്യുമായിരുന്നു. ഈ ഗ്രീൻ തന്നെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടാക്കിയതായിരുന്നു ചെയ്ത് കഴിഞ്ഞത്. ദെൻ അടുത്ത ബാച്ച് ഞാൻ വന്നിട്ട് അഗെയിൻ ഒരു ക്രീം അല്ല, ആക്ച്വലി ഇതിൽ ഗോൾഡൻ ടോണാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടോൺ വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തത്. ആൻഡ് ഇത് സത്യം പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഐ വാസ് ലൈക്ക് ചെയ്യും എന്ന് മാറി നിന്ന് എൻ്റെ ആസ്വദിക്കും. ഒരു ലൈക്ക് ഇപ്പം തന്നെ ഈ ഒരു ഷോട്ട് എടുത്തേക്കണ അങ്ങനെയാണ്. ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തതായിരുന്നു. ആൻഡ് ഈവൻ ബീനെ ആയാലും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഉറക്കമായിരുന്നു. രാത്രി ആണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് അന്നത്തെ ദിവസം 4-5 മണിയായി തോന്നുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് മുന്നേ വരെ ഇടയ്ക്കിടയ്ക്ക് ബീനെ വിളിച്ചിട്ട് വിവാ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കും. ഇതായിരുന്നു എൻ്റെ പരിപാടി. ആൻഡ് അതിൻ്റെ ഇടയിൽ എന്താ പറയുക, ബി എണീറ്റ് വന്നപ്പോഴത്തേക്കും നമ്മളുടെ ബ്രൗണി എണീറ്റ് വന്നായിരുന്നു. അവളും വന്നിട്ട് സ്റ്റുഡിയോയിൽ വന്നിട്ട് എൻ്റെ കൂടെ കാത്തിരുന്നു. ബിയും കുറച്ച് നേരം ഇരുന്നു, ഇപ്പം കഴിയുമെന്ന് ഇരുന്നിട്ട്. പിന്നെ അവർക്ക് മണത്തിട്ട് അവർ പോയി കിടന്നു. ആൻഡ് ഫൈനലി ഭയങ്കര സന്തോഷം തോന്നിയായിരുന്നു ഈ ഒരു പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ട്. ഇത് ആക്ച്വലി ഞാൻ റീസെൻ്റ്ലി ഒരു ഇൻറ്റീരിയർ പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ്ലി ഇൻറ്റീരിയർ ഡിസൈൻ മാത്രമായിട്ട്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. അവിടെ ഒരു പ്ലെയിൻ വോളിലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. സോ ദിസ് ഈസ് ദ ഫൈനൽ ഔട്ട്പുട്ട്. ജസ്റ്റ് ടെൽ മീ ഹൗ ഇറ്റ് ലുക്സ്. എല്ലാവരും ഒന്ന് പറയുക എല്ലാവർക്കും ഇഷ്ടമായോ എന്നുള്ള കാര്യം. സോ ബാക്കി കുറച്ച് ഷോർട്സൊക്കെ കണ്ടു കേട്ടോ.